പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. അതിനെ തുടർന്ന് ഇപ്പോൾ നടക്കുന്ന യുദ്ധസമാനമായ സംഘർഷങ്ങൾ. ഇതിനെല്ലാം അപ്പുറത്ത് ഇപ്പോൾ രാജ്യത്ത് ഒരു വലിയ TRP യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ സൈന്യത്തിന്റെ എല്ലാ മികവോടും കൂടി വളരെ ആലോചിച്ചുറപ്പിച്ച് പ്രിസൈസ് ആയി നടത്തിയ ആക്രമണങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ത്യൻ ന്യൂസ് റൂമുകളിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ ഒരു പ്രൊഫഷണലിസവും കാണാൻ കഴിയുന്നില്ല. എല്ലാ ടെലിവിഷൻ ന്യൂസ് ചാനലുകളും പരസ്പരം മത്സരിച്ച് യുദ്ധത്തെക്കുറിച്ചുള്ള വിവിധ വാർത്തകൾ ഇങ്ങനെ നൽകുകയാണ്. യാഥാർത്ഥ്യം എന്താണെന്നോ അതല്ലെങ്കിൽ വസ്തുതകൾ എന്താണെന്നോ വ്യക്തമാവാത്ത, അത്തരത്തിൽ അന്വേഷിക്കപ്പെടാത്ത കുറെ വിവരങ്ങൾ, ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളെ കാണിച്ചുകൊണ്ട് നാടിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടിംഗ് മാമാങ്കം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തെയും നമ്മുടെ രാഷ്ട്രത്തെ ഒന്നാകെയും അപകടത്തിലാക്കുന്ന നിലയിൽ സൈനിക നീക്കങ്ങളെ കുറിച്ചും എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ലൊക്കേഷനുകളെ കുറിച്ച് വരെ ഇങ്ങനെ വാർത്തകൾ തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി നിർത്തണമെന്ന് സൈന്യത്തിനും സർക്കാരിനുമൊക്കെ ഇവരോട് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന നിലയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരു ക്രിക്കറ്റ് മാച്ച് കമന്ററിയെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ തൃശൂർ പൂരത്തിന്റെ ഒക്കെ റിപ്പോർട്ടിങ്ങിനെയോ ഒക്കെ വെല്ലുന്ന നിലയിലാണ് ഈ യുദ്ധ മഹാമഹം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഇംഗ്ലീഷ് ചാനലുകൾ അതുപോലെ ഹിന്ദി ന്യൂസ് ചാനലുകളൊക്കെ നേരത്തെയും ഈ പണി ചെയ്തിട്ടുള്ളതാണ്. മുംബൈ ഭീകരാക്രമണ സമയത്ത് ഇന്ത്യൻ കമാൻഡോകളുടെ ജീവൻ പോലും അപായപ്പെടുത്തുന്ന നിലയിൽ ഓപ്പറേഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. എന്നാൽ റിപ്പബ്ലിക്കിനെയും ടൈംസ് നൗ നവഭാരതിനെയും ഒക്കെ വെല്ലുന്ന നിലയിലാണ് നമ്മുടെ മലയാളം ന്യൂസ് ചാനലുകൾ ഈ ഒരു തത്സമയ കമന്ററി നൽകിയത്. യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് എങ്ങനെയാണെന്നുള്ള മര്യാദയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഹരം കൊള്ളിക്കുന്ന മ്യൂസിക്കിന്റെ ഒക്കെ അകമ്പടിയോടെ ആയിരുന്നു ഇവരുടെ പ്രകടനം. തീയും അതുപോലെ സ്ഫോടനം നിറഞ്ഞ അന്തരീക്ഷമൊക്കെയുള്ള ഗ്രാഫിക്സുകളിലാണ് ഫ്ലാഷ് ന്യൂസുകളൊക്കെ ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരുന്നത്. റിപ്പബ്ലിക് അടക്കമുള്ള ചാനലുകളിൽ കറാച്ചി ലക്ഷ്യമിട്ട് ഇന്ത്യൻ നാവികസേനയുടെ നീക്കമെന്നും അതുപോലെ INS വിക്രാന്ത് ആക്രമണത്തിന് ഒരുങ്ങുന്നു എന്നും ഒക്കെ റിപ്പോർട്ട് വന്നപ്പോഴേക്കും മലയാളത്തിലെ ഒന്നോ രണ്ടോ ചാനലുകളിൽ കറാച്ചി പോർട്ട് ആക്രമിച്ചു കഴിഞ്ഞിരുന്നു. INS വിക്രാന്തിന്റെ കൊച്ചി കണക്ഷൻ സംബന്ധിച്ച സ്പെഷ്യൽ റിപ്പോർട്ട്, അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അനുബന്ധ സ്റ്റോറികളും എല്ലാം തയ്യാറായി കഴിഞ്ഞിരുന്നു. കറാച്ചി ആക്രമണം സംബന്ധിച്ച് പുലർച്ചെയോടെ ഒരു വ്യക്തത വന്നതുകൊണ്ട് കാര്യങ്ങൾ അവിടെ അവസാനിച്ചു എന്ന് പറയാം. അതല്ലായിരുന്നെങ്കിൽ INS വിക്രാന്തിൽ വെൽഡിംഗ് ജോലികൾ ചെയ്ത വെൽഡർ കുഞ്ഞപ്പന്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ഇഷ്ടവിഭവങ്ങളെ കുറിച്ചുള്ള പ്രത്യേക ഫീച്ചർ എന്നിവയൊക്കെ നമ്മൾ കാണേണ്ടി വന്നേനെ. റാവൽപിണ്ടിയിലേക്ക് ഇന്ത്യൻ മിസൈലുകൾ എന്ന വാർത്ത ഒരു ചാനലിൽ ഇങ്ങനെ വരികയാണ്. അപ്പോഴേക്കും മറ്റൊന്നിൽ ഇസ്ലാമാബാദിൽ ഇന്ത്യ ആക്രമണം നടത്തി കഴിഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമിട്ടോ 100 മിസൈലുകൾ വർഷിച്ചുവെന്നും പകരമായി ഇന്ത്യൻ മിസൈലുകൾ പാക് മണ്ണിലേക്ക് പേമാരുകായി പെയ്തുറങ്ങി എന്നൊക്കെയായിരുന്നു ആ ഒരു റിപ്പോർട്ടിംഗ് സാഹിത്യം. പാക് വിണ്ണിൽ ഇന്ത്യൻ ദീപാവലി എന്നൊക്കെയുള്ള പൈങ്കിളി സാഹിത്യം ക്യാപ്ഷനുകളായി ദേശീയ ചാനലുകൾ മുതൽ നമ്മുടെ കേരളത്തിലെ മലയാളം ചാനലുകളിൽ വരെ ഇങ്ങനെ കളം നിറഞ്ഞു. ഭരണകൂടത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സൈനിക മേധാവി രാജ്യം ഭരിക്കുന്ന ഒരു സംവിധാനമാണ് പാകിസ്ഥാനിലുള്ളത്. അവിടുത്തെ കരസേനാ മേധാവിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി എന്നൊക്കെയാണ് ഇവർ വാർത്ത കൊടുത്തത്. ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചു എന്ന വാർത്തയാണ് മറ്റൊന്ന്. ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്ത് ഇന്ത്യയിലും അതുപോലെ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലേക്കും അതുപോലെ വിദേശത്തേക്കും ഒക്കെ പോകാൻ ഇറങ്ങിയവരൊക്കെ എത്ര പരിഭ്രാന്തരായിട്ടുണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി മറ്റൊരു കാര്യം നോക്കാം. ഇന്ത്യ ഒരിക്കലും ഔദ്യോഗികമായി ഈ ബലൂച്ച് ആർമിയെ പരിശീലിപ്പിച്ചുവെന്നോ അതല്ലെങ്കിൽ അവർക്ക് ആക്രമണം നടത്താനുള്ള ആസൂത്രണത്തിലൊക്കെ സഹായിക്കുന്നുവെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ത്യ അങ്ങനെ ചെയ്യുന്നു എന്നത് പാകിസ്ഥാൻ വിവിധ അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ്. BLAയുടെ ആക്രമണങ്ങളെയെല്ലാം ഇന്ത്യൻ വിജയമായും നമ്മുടെ ഒരു രാജ്യത്തിന്റെ നേട്ടമായും ഒക്കെ BGM ഇട്ട് ആഘോഷിക്കുകയാണ് ഈ ന്യൂസ് ചാനലുകൾ. അതുപോലെ തന്നെയാണ് ജമ്മു കാശ്മീരിലെ സലാൽ അണക്കെട്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ.
പാകിസ്ഥാനിൽ പ്രളയമുണ്ടാക്കാനായി ഇന്ത്യ ഡാം തുറന്നുവിട്ടു എന്നാണ് വാർത്തകൾ ഇവർ കൊടുക്കുന്നത്. ജലയുദ്ധം എന്നൊക്കെയാണ് സ്ക്രീനിൽ ഇങ്ങനെ വലിയ അക്ഷരങ്ങളിൽ കളർഫുള്ളായി നിറയുന്നത്. ഡാം തുറന്നതിന് ഔദ്യോഗികമായി സർക്കാർ നൽകിയ വിശദീകരണം എന്താണെന്ന് നോക്കുക. അവിടുത്തെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയുണ്ട്, അതുകൊണ്ടാണ് ഡാം തുറന്നത് എന്നാണ് ഇന്ത്യൻ സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ വാദം. അവിടെ പ്രളയമുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ഡാം തുറന്നതാണ് എന്ന് തന്നെ വെച്ചോളൂ. അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ രാജ്യം പറയാൻ പോകുന്നത് ഈ മഴയുടെ ഒരു കാരണം തന്നെയാണ്. അതിനൊക്കെ പിന്നിൽ പല തന്ത്രങ്ങളും അതുപോലെ ചില ജിയോ പൊളിറ്റിക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഇവിടെ ജലയുദ്ധം എന്ന് ഫ്ലാഷ് ന്യൂസുകൾ പറക്കുന്നത്. ഇന്ത്യൻ വിമാനം തകർത്തതിന് തെളിവെന്താണ് എന്ന് പാക് മന്ത്രിയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ സോഷ്യൽ മീഡിയ നോക്കൂ എന്നാണ്. പാക് അതിർത്തി കടന്ന സിവിലിയന്മാരെ ഇന്ത്യ കൂട്ടക്കൊല നടത്തുന്ന എന്ന് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ വിലപിക്കാൻ വേണ്ടി പാകിസ്ഥാനിനി ഒരു തെളിവായി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ചാനൽ റിപ്പോർട്ടിങ്ങുകളാകും. വിവരങ്ങളെ ഫാക്ട് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ റിവേഴ്സ് സെർച്ച് നടത്താനും അതിന്റെ യഥാർത്ഥ സോഴ്സ് ഉറവിടം, പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ ആണെങ്കിൽ അത് ഏത് ദിവസം ഏത് കാലത്ത് എവിടെ വെച്ചെടുത്താണ് കണ്ടെത്താനൊക്കെ സാങ്കേതിക വിദ്യ യഥേഷ്ടം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ചാനലുകൾ എന്താണ് ചെയ്യുന്നത്? അവർ ഈ ടെക്നോളജി ഉപയോഗിച്ച് നിമിഷങ്ങൾ കൊണ്ട് യുദ്ധ ദൃശ്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാഫിക്കലായി യുദ്ധ ദൃശ്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതിൽ BGM ഒക്കെ കുത്തിക്കയറ്റി റിപ്പോർട്ടിംഗ് എന്ന പേരിൽ ഇങ്ങനെ ആളുകളെ ഹരം കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാരും അതുപോലെ ആൾട്ട് ന്യൂസ് സുബൈറിനെ പോലെയുള്ള ചില ഇൻഡിവിജ്വൽസും ഒക്കെ ഇവിടെ ഫാക്ട് ചെക്ക് നടത്തുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ കേന്ദ്ര സർക്കാരും സൈന്യവും പ്രസ് മീറ്റ് വിളിച്ച് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തെളിവായി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇവർ ചെയ്യുന്ന ഈ പണി രാജ്യസ്നേഹവും യുദ്ധവും കച്ചവടച്ചരക്കാക്കി മാറ്റുക എന്നത് മാത്രമാണ്. ഇന്നലെ ലാഹോറും റാവൽപിണ്ടിയും ഇസ്ലാമാബാദും കടന്ന് അങ്ങ് അഫ്ഗാൻ ബോർഡർ വരെ ഇന്ത്യൻ സൈന്യം ആക്രമിച്ചു എന്ന് പറഞ്ഞ ഒരു ചാനൽ പോലും അത്തരം തെറ്റായ വാർത്തകളിൽ പ്രേക്ഷകരോട് ക്ഷമ ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ ഇത് ചെയ്യാത്തത്? കാരണം ഇവർ അവിടെ ന്യൂസ് നൽകുകയായിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്. ഒരു എന്റർടൈൻമെന്റ് ഷോ നടത്തുകയായിരുന്നു, അതും ഒരു രാത്രി മുഴുവൻ. അതിലെ ഫാക്ച്വൽ എററുകൾക്ക് ആരോടും ക്ഷമ ചോദിക്കേണ്ടതില്ല എന്നതാണ് വെപ്പ്. ദീപസ്തംഭം ആശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.